ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RC ട്രിഗറിങ്ങിനെ കുറിച്ചിട്ടാണ്. സർക്യൂട്ട് ഡയഗ്രാം ആദ്യം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പേരും എടുക്കുന്നത് അറിയാമല്ലോ, ഇത് കപ്പാസിറ്റർ, അപ്പം C, ഇത് റെസിസ്റ്റർ R, ഇതിന് നമ്മൾ D1 എന്ന് കൊടുത്തു, ഇത് D2 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ എഴുതുക എന്നുള്ളതാണ്. SCR നമ്മൾ 2P ഫോറം കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലോഡ്, ഇത് നമ്മുടെ ഇൻപുട്ട് VM sin omega t 230 വോൾട്ട് 50 ഹെർട്സ്. ഓക്കെ, ഇനി നമ്മൾ വർക്കിംഗ് നോക്കുകയാണ്. അപ്പോൾ വർക്കിങ്ങും അതിൻ്റെ കൂടെ തന്നെ വേവ് ഫോം. അപ്പോൾ നമ്മൾ വർക്കിംഗ് എഴുതുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ട് ജസ്റ്റ് പോയിൻറ്റ്സിൽ എഴുതുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം സർക്യൂട്ട് ഡയഗ്രത്തിനും വേവ് ഫോമിനുമാണ് മേജർ മാർക്സും പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. അപ്പോൾ RC ട്രിഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ട്രിഗറിംഗ് ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്ററും ഉണ്ട്, ഒരു കപ്പാസിറ്ററും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും ആണ് എന്ത് SCRൻ്റെ ട്രിഗറിങ്ങിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ RC ട്രിഗറിംഗ് എന്ന് വിളിക്കുന്നത്. ഈ RC എന്ന് പറയുന്ന ടേമിന് വേറൊരു പേരുണ്ട്, എന്താണ്, ടൈം കോൺസ്റ്റൻറ്റ്. RC ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചോ ഈ SCRൻ്റെ ഫയറിംഗ് ആംഗിളിന് മാറ്റം വരും. ഫയറിംഗ് ആംഗിൾ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ SCR ടേൺ ഓൺ ചെയ്യുന്ന ഏത് ഡിഗ്രിയിലാണോ SCR ടേൺ ഓൺ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതുക. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് എഴുതുക. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ആദ്യത്തെ 1-2 കേസിൽ മാത്രമേ വർക്കിംഗ് ഞാൻ എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്കൊരു രീതി മനസ്സിലാവും നമ്മൾ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണ് വരിക? ഇവിടെ മുകളിൽ നെഗറ്റീവ്, താഴെ പോസിറ്റീവ്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഈ ഭാഗത്ത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഉണ്ടാവും. ഇനി ഓരോ ഡയോഡിൻ്റെ കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. D1 ഡയോഡ് എങ്ങനെയായിരിക്കും? D1 ഡയോഡ് അതായത് ഡയോഡിൻ്റെ ആനോഡ്, കാഥോഡ്. ഫോർവേഡ് ബയാസ് ആവാൻ കാഥോഡിലേക്ക് ഏതാ വരേണ്ടത്? സെല്ലിൻ്റെ നെഗറ്റീവ്. അപ്പോൾ D1 എന്താ കണ്ടീഷൻ? ഫോർവേഡ് ബയാസ്ഡ്. D2 ഡയോഡിൻ്റെ കണ്ടീഷൻ എന്താ? അതേപോലെ തന്നെ നോക്കുക. D2 ഡയോഡിൻ്റെ കണ്ടീഷൻ എന്നിട്ട് സ്വന്തമായിട്ട് എഴുതാം. അപ്പോൾ D1 ഡയോഡ്, D2 ഡയോഡ്. SCRൻ്റെ കണ്ടീഷൻ അപ്പോൾ എന്തായിരിക്കും നോക്കാം. അപ്പോൾ D1 ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. D2ലേക്ക് ആനോഡിലേക്ക് വന്നിരിക്കുന്നത് സെല്ലിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ D2 ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ SCR ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഒരു കണ്ടീഷനും കൂടി എഴുതാം. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് എഴുതാം. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ്സ്. ലോവർ പ്ലേറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? പോസിറ്റീവ്. താഴെ സെല്ലിൻ്റെ പോസിറ്റീവാണ്, മുകളിൽ നെഗറ്റീവ്. ഈ രീതിയിലാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് വേവ് ഫോമിൽ കപ്പാസിറ്റർ ഇങ്ങനെ ജസ്റ്റ് വന്നു, ഇവിടെ 0ലേക്ക് എത്തി. ഇനി നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇത്രയും നമ്മൾ വർക്കിങ്ങിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇനി ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സെയിം പോലെ തന്നെ നോക്കാം. D1 ഡയോഡ് D1ൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസും താഴെ മൈനസും ആയിരിക്കും. ഇവിടെ താഴെ മൈനസ് ആയി ഉണ്ടാവും, മുകളിൽ പ്ലസ് ആയി ഉണ്ടാവും. ഇനി നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ഇപ്പോൾ ഡയോഡിൻ്റെ കാഥോഡിലേക്ക്, D1 ഡയോഡിൻ്റെ കാഥോഡിലേക്ക് സെല്ലിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഡയോഡ് D1 റിവേഴ്സ് ബയാസിങ്ങിലേക്ക് പോയി. ഇനി ഡയോഡ് D2ൻ്റെ കണ്ടീഷൻ. അതിനു മുമ്പ് കപ്പാസിറ്ററിന് എന്ത് സംഭവിക്കും നോക്കാം. കപ്പാസിറ്റർ എന്തായിരിക്കും? പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഒന്നെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ കപ്പാസിറ്റർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയാണെങ്കിൽ വന്ന് നിൽക്കുന്ന എന്താണ്? പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഡയോഡ് D2ൻ്റെ കണ്ടീഷൻ എന്താണ്? ഡയോഡ് D2 ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡയോഡ് D2 വഴി ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഡയോഡ് D2 വഴി ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ SCRൻ്റെ ഗേറ്റ് ടെർമിനലിലേക്ക് ട്രിഗർ പൾസ് എത്തുന്നു, SCR ഓൺ ആവുന്നു. അപ്പോൾ വേവ് ഫോമിൽ കപ്പാസിറ്റർ ഇതാ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ
പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് ചാർജ് ചെയ്യുന്നു, SSCR ഓൺ ആവുന്നു. SSCR ഓൺ ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്താവും? ഫുൾ സീറോയിലേക്ക് ഡിസ്ചാർജ് ആവും. പിന്നെ വീണ്ടും നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുക? പൊളാരിറ്റി വീണ്ടും റിവേഴ്സ് ചെയ്ത് ചാർജ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇൻപുട്ടിന്റെ സൈക്കിളും ഞാൻ വരച്ചു, അതേപോലെ തന്നെ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ്ങും ഒറ്റ വേവ് ഫോമിൽ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കണ്ടീഷൻസും എഴുതി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കണ്ടീഷൻസും എഴുതി. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ SSCRന്റെ കണ്ടീഷൻ, അപ്പോൾ D1 D2 SSCR കപ്പാസിറ്റർ, അത്രയും കാര്യങ്ങളാണ് രണ്ടിലും എഴുതേണ്ടത്. ഇനി അടുത്ത വേവ് ഫോമിന്റെ ബാക്കി. വേവ് ഫോമിൽ ഇനി എന്തൊക്കെ വരയ്ക്കണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും VSSCRും വരയ്ക്കണം, V ലോഡും വരയ്ക്കണം. അപ്പം നമ്മളിവിടെ V ഇൻപുട്ട് വരച്ചു. അടുത്തത് VSSCR വരയ്ക്കുക. VSSCR അല്ല, V ലോഡ് വരയ്ക്കുക. ഞാൻ V ലോഡ് മാത്രമേ വരക്കുള്ളൂ. VSSCR നിങ്ങൾ സ്വന്തമായി വരച്ചിട്ടാണ് എന്നെ കാണിക്കേണ്ടത്. അപ്പോൾ VSSCR വരയ്ക്കുമ്പോൾ ഐഡിയ എന്താ പറഞ്ഞിട്ടുള്ളത്? V ലോഡിൽ എവിടെയൊക്കെ വേവ് ഫോം ഉണ്ടോ അവിടെയൊന്നും VSSCRൽ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ലോജിക്ക്. നമ്മൾ വരക്കാൻ പോകുന്നത് V ലോഡാണ്. V ലോഡ് വരക്കുമ്പോൾ എന്ത് ചെയ്തു? റെഫറൻസ് ലൈൻ ആദ്യം വരച്ചു, ω t ആക്സിസ് ഒക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെയാണ് അല്ലേ, SSCRന്റെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഈ പോയിന്റ്, ആ പോയിന്റ് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മളിവിടെ ഡോട്ടഡ് ലൈൻസിൽ മാർക്ക് ചെയ്യാണ്. കപ്പാസിറ്റർ പോസിറ്റീവ് പീക്കിലേക്ക് എത്തിയ പോയിന്റ് താഴോട്ടെടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നു? ഓരോ ഹാഫ് സൈക്കിളിന്റെ പോയിന്റ്സും താഴോട്ടെടുത്തു. ഇൻപുട്ട് വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാ ഹാഫ് സൈക്കിൾസും താഴോട്ട് ഡോട്ടഡ് ലൈൻസിൽ വരച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും പോയിന്റ്സ് വെച്ചു. ഇനി നമ്മൾ V ലോഡ് വരയ്ക്കുകയാണ്. അപ്പോൾ V ലോഡ് വരക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ പോയിന്റിൽ മാത്രമാണ് SSCR ഓൺ ആവുന്നത്. അപ്പോൾ ഇനി ഡൗട്ടുള്ള ആൾക്കാർ ഞാൻ എന്താ പറഞ്ഞത്? ഇൻപുട്ട് ഒരു പ്രാവശ്യം കൂടി ഡോട്ടഡ് ലൈൻസിൽ തെറ്റാതെ വരക്കണം. പ്രശ്നമില്ലാത്ത ആൾക്കാരെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഭാഗം മാത്രം SSCR ഓൺ ആവുന്നു, ആ ഭാഗത്ത് മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ V ലോഡ് വരച്ചു. ഇനി ഞാൻ പറഞ്ഞു തന്ന ഐഡിയ പ്രകാരം VSSCR സ്വന്തമായിട്ട് വരയ്ക്കുക. ഇവിടെ എവിടൊക്കെ ഔട്ട്പുട്ട് ഉണ്ടോ അപ്പോഴൊന്നും ഇവിടെ ഉണ്ടാവില്ല, വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്. ആ ഐഡിയ വെച്ചിട്ട് സ്വന്തമായിട്ട് VSCR വരച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.